അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തവരുണ്ട് മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും. അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത്, ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞല്ല, കുഞ്ഞാണ്, കൊച്ചല്ല, കുഞ്ഞ് 1-2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പടിത്തലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കത്തിവെക്കണ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യണതാണ്. അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും. ദർശനം കൊടുത്ത് പറയണത്, നീ ഇപ്പോൾ വലതുവശത്താണ് തൈലം തേച്ച് പ്രാർത്ഥിക്കണത്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണത്, പക്ഷെ കുഞ്ഞിൻ്റെ ഇടത് കിഡ്നിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ്, ഇടത് കിഡ്നിക്കാണ്. പിന്നെ ഇവർ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ സാക്ഷ്യം എന്ന് പറയണം. ഇപ്പം എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ എന്നെ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് നടത്തിയപ്പോൾ ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത്, അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വചന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണം. അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ തല കൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും. കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശംവദമാകുന്നതല്ല, ദൈവിക വിഷയങ്ങൾ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഹൃദയത്തിന് വശംവദമാകും ദൈവിക വിഷയങ്ങൾ. അപ്പോൾ ഞാനത് കാരണം ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല. ഇപ്പം നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും. ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നല്ലേ പറയണത്. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഇവരിവിടെ ചില ശാസ്ത്രജ്ഞന്മാര്, അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാർ തരികിട പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ്, ആനയെ കൂന എന്നൊക്കെ പറയും. അതൊക്കെ തടുതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി എടുത്തിരിക്കുന്ന സങ്കല്പ യാനങ്ങളാണ്. അതല്ല സംഭവം. ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്താണ്? സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, വചനത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക്. ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമല്ലേ, വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും. ലോജിക്ക് വേണ്ടത് എന്തിന് എല്ലാവരും പറയും, ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്തനാണെന്നൊക്കെ പറയും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക്, എൻ്റെ ആ ഉടുപ്പ് പാകമാകത്തില്ല. അതെന്താ കാര്യം? ഇപ്പം പരിശുദ്ധാത്മാവനം മരഗർഭം ധരിച്ചു എന്ത് ലോജിക്കുണ്ട് അതിനകത്ത്? അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ദൈവികമായ ഹൃദയമുള്ള അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് അവസാനം തുലയാൻ ബഹുമാനം പറഞ്ഞിരിക്കും. അങ്ങനെയല്ല. പക്ഷെ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ്. എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ കാര്യം ദൈവത്തിന് ചെയ്യാവുന്ന
ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെപ്പടി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോ ചെയ്ത് നോക്കി. ഉടമ്പടിയുടെ മഹാവിജയം അതല്ലേ? എന്താ കാര്യം? ഉടമ്പടിയിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം 10 മനുഷ്യർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വഴിയിലുമൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറയും. കൃപാസനം അവർക്ക് കണക്ഷൻ ഇല്ല. കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ല. ഇന്ന് വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ ആശാപ്പെടുത്തിയിട്ടുണ്ട്, അതല്ല. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം. കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ്, തറവാട്ട് സ്വത്താണ്. അപ്പം തറവാട്ട് സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത്. ക്രിസ്തു ആരെയും കടിച്ചു തിന്നാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും വരത്തില്ല. പ്രശ്നം എന്താണ്? നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച ഈ അമ്മ മാതാവിന് ഞാൻ വീണ്ടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജമീല. ഞാൻ ജയ്പൂരിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്കുണ്ടായ അനുഭവം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ജയ്പൂരിൽ നിന്നും ഒരു അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടതാണ്. അവിടെ നേഴ്സിംഗായിട്ട് ജോലി ചെയ്യുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു വാക്സിനേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായി, ഒരു കേസുണ്ടായി. അത് എൻ്റെ പേരിലായിരുന്നു ആ കേസ് വന്നത്. അത് ഞാൻ അറിഞ്ഞു ചെയ്ത കേസുകളോ അല്ലെ എൻ്റെ പേരിൽ എനിക്ക് അറിഞ്ഞ് ചെയ്ത കാര്യങ്ങളോ തെറ്റുകളോ അല്ല അത് എനിക്ക് സംഭവിച്ചത്. കോവിഡിൻ്റെ വാക്സിനേഷൻ ചലിച്ച സമയത്ത് അത് കോവാക്സിൻ എന്നും കോവിഷീൽഡ് എന്നും പറഞ്ഞ് 2 വാക്സിൻ വന്നപ്പോൾ ഞാൻ അറിയാതെ മറ്റൊരു സ്റ്റാഫ് അത് 2 വാക്സിനും അവർ കൊടുത്തത് ശരിയായിട്ടാണ് കൊടുത്തത് എങ്കിലും അത് കൊടുത്തപ്പോൾ ആ ഇഞ്ചക്ഷൻ സ്വീകരിച്ച അവർ തെറ്റിദ്ധരിച്ച് അവർക്ക് തെറ്റായിട്ട് കൊടുത്തു എന്നുള്ളൊരു പ്രചരണമാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെ അവരുകൊണ്ട് അത് കേസ് കൊടുക്കുകയും കേസ് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ 3 ഇതേപ്പറ്റി എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. 2024 ജൂലൈ 10 ആയപ്പോഴേ ഈ കേസിൻ്റെ ഫൈനൽ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അവിടുന്ന് സന്ദേശം കിട്ടിയത്. അതൊരു എൻ്റെ ഓഫീസിലുള്ളവർ എന്നെ വിളിക്കുകയും ഈ ഫൈനൽ വിധിക്ക് വേണ്ടി നീ സൈനിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ചെന്നു, ഞാൻ സൈനിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്താണിതിൽ എഴുതിയിരിക്കുന്നത് എന്നൊന്ന് വായിച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാനത് വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് അത് ഒന്നിൽ അവർക്ക് 1 കോടി രൂപ കൊടുക്കണമെന്നും അതല്ല എന്നുണ്ടെങ്കിൽ ജീവപര്യന്തം തടവിൽ കിടക്കണമെന്നുള്ള ഫൈനൽ വിധിയാണ് അവരാ പറയാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് വേദന വന്നു. കാരണം ഞാൻ അറിയാത്തതും എൻ്റെ കയ്യിൽ നിന്ന് വരാത്ത തെറ്റുമായിരുന്നു ആ ഒരു കേസെന്ന് പറയുന്നത്. അത് അവർ കേസ് പറയാൻ ഞാൻ പോയില്ല, പക്ഷെങ്കിൽ എന്നോടൊപ്പം മറ്റു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ അവിടെ കേസ് പറയാൻ പോയി. അവിടെ ചെന്ന് അവർ കേസിൻ്റെ വിധിക്ക് പോയപ്പോൾ അവർ പറഞ്ഞു അവർ കേസ് കൊടുത്ത ആൾ അവിടെ വന്നിട്ടില്ലാതെ വന്നപ്പോൾ ആ കേസ് അന്ന് അവർ മാറ്റിവെച്ചു. അതിനുശേഷം പിന്നെയും അത് ഡേറ്റ് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലാകപ്പാടെ ടെൻഷനായി. ഞാൻ എൻ്റെ ഒരു മോനുണ്ടായിരുന്ന മോനോട് പോലും ഞാൻ ഈ കേസിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞില്ല, അവൻ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, ഒന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ അറിയാത്ത തെറ്റിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലാകപ്പാടെ കടന്നുകൂടി. അപ്പോൾ ഞാനിങ്ങനെ ഈ മാതാവിൻ്റെ പത്രങ്ങൾ വായിക്കുകയും മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയുകയും ചെയ്യാമായിരുന്നു. അത് കാരണം ഞാൻ അപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എന്നിൽ നിന്ന് അറിഞ്ഞോ ഉള്ള തെറ്റുകളോ എന്നിൽ നിന്ന് സംഭവിച്ചതോ തെറ്റുകളോ അല്ല, പക്ഷേ എന്നെ ഇതിൽ നിന്നും വിടുതൽ തരണേ എന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിച്ചു. ഉടമ്പടി അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു ഉടമ്പടി എടുക്കുകയൊക്കെയും ചെയ്തു. അപ്പോൾ 2024 ജൂലൈ 10 സെപ്റ്റംബറിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളതിലായിരുന്നു ഞാൻ വന്നത്. അന്നെനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ആ കേസ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ തന്നെ എന്നോട് വന്ന് ഞാൻ ഡ്യൂട്ടിയിലിരുന്നപ്പോൾ പറഞ്ഞു ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സാറേ? അപ്പോൾ എന്നോട് പറഞ്ഞു ആ വിധി നമ്മുടെ ഫേവറിലാണ് ആ വിധി ഫൈനലായിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നിനക്കതിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതിൻ്റെ പേപ്പറുകൾ നീ വാങ്ങിച്ചോണം, ഇവിടെ നിന്ന് ഓഫീസിൽ നിന്നും അതിൻ്റെ കോപ്പി നീ വാങ്ങിച്ചോണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി, കോടാനുകോടി നന്ദി ഞാൻ അർപ്പിച്ചു. മാതാവേ, എന്നിൽ നിന്നുണ്ടായ തെറ്റല്ലാത്തതുകൊണ്ട്
എന്നെ മാതാവ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അതിനുശേഷം വേറൊരു വിഷയം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ, ഒരു അനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ, 10 വർഷക്കാലം കൊണ്ട് ഞാൻ ആ ജയ്പൂർ എന്ന് പറയുന്ന നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിക്കാനായി ഒരു മലയാളി മനുഷ്യനാണ്, അയാൾക്ക് ഞാൻ കുറേ കാശുകൾ കൊടുത്തു വെച്ചിരുന്നു. അയാൾ ആ കാശ് വാങ്ങിച്ച് 10 വർഷമായിട്ടും അത് എഴുതി എൻ്റെ പേര് തരാൻ അയാൾ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ട് നിരന്തരം ഞാൻ അയാളെ വിളിക്കുകയും എനിക്കത് എഴുതി തരണമെന്നും പറഞ്ഞ് ഞാൻ പറയുകയും ചെയ്തു. അപ്പോഴെല്ലാം ആ മനുഷ്യൻ ഓരോ ദിവസങ്ങളും ഓരോ ഒഴിവുതിരിവുകൾ പറഞ്ഞ് തള്ളി നീക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 12-ാം തീയതി അന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിൽ അച്ഛനത് പറയുന്നുണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനത് പറയുന്നുണ്ടായിരുന്നു. ഒരു കുറേ നാൾ കൊണ്ട് നടക്കാതെ ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ 44 ദിവസത്തിനകം സാധിച്ചു കിട്ടുമെന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും മാതാവിനോട് കൈ കൂപ്പി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ആ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അത് എൻ്റെ കാര്യം നടന്നു കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സെപ്റ്റംബർ 12-ാം തീയതി അന്ന് അച്ഛൻ പറഞ്ഞിട്ട് 1 മാസമായതേ ഉള്ളൂ. ആ സെപ്റ്റംബർ 12-ാം തീയതി അന്ന് ആ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ അയാൾ എനിക്ക് ചെയ്തു തരുകയും അതെനിക്ക് എൻ്റെ പേരിലാക്കി കിട്ടുകയും ചെയ്തു. അതിന് അമ്മയോടും മാതാവിനോടും ജോസഫ് അച്ഛനോടും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ജോലി ചെയ്യുമ്പോൾ എനിക്ക് നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വേദന കാരണം, എനിക്ക് നടുവിൻ്റെ വേദനയും ഒക്കെ കാരണം എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് ഞാൻ തൈലം ഉപയോഗിച്ചും ഉപ്പിൻ ഉപയോഗിച്ചും തേൻ ഉപയോഗിച്ചും അതിൻ്റെ എല്ലാം ഇതുമില്ലാൽ എനിക്ക് എൻ്റെ വേദനകളെ കുറഞ്ഞു കിട്ടി. പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെയും ഞാൻ ഉൾപ്പെടുത്തി പറയണമെങ്കിൽ ഒരുപാട് സമയങ്ങളെടുക്കും. അതുകൊണ്ട് എൻ്റെ മകൻ്റെ കാര്യത്തിലാണേലും, ഇപ്പം മകൻ എൻ്റെ കൂടെ ഇല്ല എങ്കിലും അവൻ്റെ കാര്യത്തിലാണെങ്കിലും, അവൻ്റെ പഠിത്ത കാര്യത്തിലും അവൻ ഒത്തിരി പുറകിലോട്ടായിരുന്നു. അവന് കഴിഞ്ഞ പരീക്ഷകൾ എഴുതിയ സമയത്തും അവൻ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോയി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ മോന് പഠിക്കാനൊന്നും സമയമില്ലായിരുന്നു, അവൻ പഠിച്ചില്ല, അവൻ എക്സാം എഴുതുന്നു, അവനെ ആ പരീക്ഷയിൽ നല്ല മാർക്കോടെ അവനെ പാസ്സാക്കിപ്പിക്കണേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അവന് റിസൾട്ട് വന്നപ്പോൾ അവന് 75% മാർക്കോടെ അവന് വിജയം കിട്ടി. അതിലും അമ്മ മാതാവിനോട് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവ് നൽകി തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെയും ഉണ്ട്. കാരുണ്യ പ്രവൃത്തിയായി എനിക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം പാവപ്പെട്ടവർക്കും രോഗാവസ്ഥയിൽ കഴിയുന്നവരെ ഞാൻ പോയി കാണുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങളൊക്കെയും എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സിസ്റ്റർ ഇതുപോലെ CVA അറസ്റ്റായിട്ട് പുള്ളിക്കാരി കോമയിലായി. ആ കോമയിലായിരുന്ന സമയത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ആ പുള്ളിക്കാരിയെ കാണുകയും ഈ മാതാവിൻ്റെ തൈലം കൊണ്ട് അവർക്ക് കുരിശ് വരച്ച് കൊടുക്കുകയും ഉപ്പ് കൊണ്ട് അവർക്ക് അത് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ തിരിച്ചു വന്ന് രാത്രി ഞാൻ അവരെ ഫോൺ വിളിക്കുമ്പോൾ അവരെ മകൻ പറയുന്നു, എൻ്റെ മമ്മി കണ്ണ് തുറന്നു എന്ന്. അത് കേട്ട് ആ അമ്മ മോക്കും അവരുടെ മോൾക്കും ഒരുപാട് സന്തോഷമായി, അമ്മയ്ക്ക് ഇങ്ങനൊരു അനുഗ്രഹം കിട്ടിയല്ലോന്ന്. ഇപ്പോൾ അതിനുശേഷം ഞാൻ പല പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെന്നും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്നോട് ജോലി ചെയ്യുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെപ്പറ്റി ഇവിടുത്തെ അനുഗ്രഹത്തെപ്പറ്റി എല്ലാം ഞാൻ പറയും. ഇപ്പോൾ എൻ്റെ കൂടെ ഇവരെ 2 പേരെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു. അവർക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും സാധിച്ചു. അതിനുശേഷം 2 മാസം മുമ്പ് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ധ്യാനങ്ങൾ കൂടാറുണ്ട്, സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. പിന്നെ രാവിലത്തെ പ്രാർത്ഥന ഞാൻ നിരന്തരം ചെയ്യാറുണ്ട്. വൈകിട്ടത്തെ പ്രാർത്ഥനയെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന കാരണം എനിക്ക് സന്ധ്യസമയത്തെ കറക്റ്റ് സമയത്തിന് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെയും ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇരുന്ന് മാതാവിനോടുള്ള ആ പ്രാർത്ഥന ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമയാസമയം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായും കാരുണ്യ പ്രവർത്തനമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഞാൻ ചെയ്യുകയും ചെയ്യും. എൻ്റെ ആഗ്രഹം ഈ മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങളൊക്കെയും. അതിന് അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മാതാവിനോട്
കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. അച്ഛനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജിജി ബാബു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മാർച്ചിലാണ്. അതിനുശേഷം ഇത് 4ാമത്തെ സാക്ഷ്യമാണ്, 4ാമത്തെ പുതുക്കലും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ആകേണ്ടിയിരുന്ന ഒരു മുഴ, അത് ക്യാൻസറിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിലായിരുന്നു. അത് തക്ക സമയത്ത് എടുത്ത് അത് സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അതിനുശേഷം അന്ന് തന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. സാക്ഷ്യങ്ങൾ കേൾപ്പിച്ച് ഞാൻ എൻ്റെ ചേട്ടായിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിലും വിശ്വാസമായിരുന്നു. പക്ഷേ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ തുടർച്ചയായ ജീവിതത്തിൽ അനുദിനവും കേട്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു. ഞങ്ങൾ മൊത്തം ഇപ്പം എൻ്റെ ഒരു മകനൊഴികെ 3 മക്കളിൽ ബാക്കിയും ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തതാണ്. 2 മക്കൾ വിദേശത്താണ്. അതും അവരുടെ സാക്ഷ്യം ഇവിടെ പറഞ്ഞു തന്നെ പോയതാണ്. ഞാൻ ആ സാക്ഷ്യത്തിന് ശേഷം അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 4ാമത്തെ ഒരു സാക്ഷ്യമായി ഞാൻ വീണ്ടും വരും. അന്നത് ഞാൻ ഓർത്തത്, ഇവിടെ ഞാൻ അമ്മയുടെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു ഒരു 70 സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് ആ സാഹചര്യത്തിൽ അങ്ങനെ അത് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ ചേട്ടായും ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോയ ശേഷം പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാനാകും. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ചേട്ടായിക്ക് അതൊരു പക്ഷേ ഉൾക്കൊള്ളാനാവുമോ എന്ന് ഞാനിങ്ങനെ പേടിച്ചു. തമ്പുരാനെ, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകരുതേ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എങ്കിലും ആഴമേറിയ വിശ്വാസം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. 25 വർഷമായിട്ട് ഞങ്ങൾ തറവാട്ടിലാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഈ യൂട്രസ് റിമൂവ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ചാച്ചൻ മാത്രമേ കൂടെയുള്ളൂ. ചാച്ചനെ മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു, മകളുടെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് അതിനുശേഷം ഞാൻ റിക്കവർ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ 3 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കൈവേദന ഉണ്ടായിരുന്നു. ആ കൈവേദന ഓപ്പറേഷൻ്റെ തൊട്ട് മുമ്പ് തനിയെ സ്റ്റോപ്പായി. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം സ്ഥിരമായി തേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മറന്നുപോയി. പക്ഷേ ഒരു ദിവസം പൂർണ്ണമായിട്ട് അത് നിന്നു. അതിനുശേഷം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ബെഡിൽ കൊണ്ട് കിടത്തി അന്ന് തന്നെ ICU മാറ്റി എന്നെ ബെഡിൽ കൊണ്ട് വലത് കൈയിലേക്ക് ആ വേദന വന്നു. അപ്പോൾ അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരികയാണ്. അന്ന് ഞാൻ സത്യത്തിൽ ഈ ആധാരം അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അച്ഛനെ കാണാൻ നിന്നതെങ്കിലും, സാക്ഷ്യം അന്ന് പറയുന്നതിന് മുമ്പ് അച്ഛനെ കണ്ടെങ്കിലും, പക്ഷെ ഞാൻ ആ സ്പോട്ടിൽ എന്താണെന്നറിയത്തില്ല, എന്നെക്കൊണ്ട് ആരോ പറയിപ്പിക്കുന്നത് പോലെ എൻ്റെ ഈ 3 വർഷമായിട്ട് ഈ കൈവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തായിരുന്നു. ഞാൻ പലതരത്തിലുള്ള ആശങ്കകളിലായിപ്പോയി. ഈ കൈവേദന വാദമാണോ, ഈ ആമവാദം എന്ന് പറയും, വാദത്തിൽ ഏറ്റവും കൂടിയൊരു വാദമാണ് ആമവാദം. അതേ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങി. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്തൊന്നും കാണിക്കുന്നില്ല, റിസൾട്ടീവ് നെഗറ്റീവാണ്. അപ്പോൾ ഞാനിവിടെ ആധാരം കാണിച്ച് ആ സമയത്ത് എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി, അച്ഛനോടൊന്ന് പറയും എന്താണെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ആധാരം കാണിക്കാനാണല്ലോ ഞാൻ വന്നത്, ഇത് പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയും? എങ്കിലും വേണ്ടില്ല, ഞാൻ അച്ഛൻ തിരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ്, അച്ഛനൊന്ന് കൈക്ക് തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൈ സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ നേരെ നീട്ടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കൈ നീട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഷ്കരം. സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല, അതിന് പരസഹായം വേണം. ഞാൻ ആ കൈ അച്ഛൻ്റെ കൈകളിൽ അച്ഛൻ ഈ കൈ താങ്ങിക്കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ നോക്കി 10 മിനിറ്റ് അച്ഛൻ നിന്ന ശേഷം ഒന്നുമില്ല എന്നാണ് എന്നോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി. അതുവരെ കൈ പൊക്കി ഒന്ന് സ്തുതിക്കാൻ പോലും ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ കൈകളുണ്ടെന്ന് എനിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാറില്ലല്ലോ എന്ന്. അപ്പോൾ അതിനുശേഷം എൻ്റെ കൈ പൊങ്ങി, എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും എൻ്റെ വലത് കൈയായിട്ട് നിർവഹിക്കാൻ പറ്റുകയില്ലായിരുന്നു. അച്ഛൻ കണ്ട് ബ്ലസ് ചെയ്ത ശേഷമാണ് എനിക്ക് ആ ഒരു രോഗശാന്തി എനിക്ക് കിട്ടിയത്. പിന്നീട് വേദനകളുണ്ടെങ്കിലും എനിക്ക് സഹിക്കുവാനുള്ള കൃപ നന്നായിട്ട് എനിക്ക് കിട്ടി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതിനു മുമ്പ്. പിന്നീട് വേദന വരുമെങ്കിലും അത് വന്നു പോയിക്കൊണ്ടേയിരുന്നുള്ളൂ, സ്ഥിരമായിട്ട് എന്നെ ശല്യപ്പെടുത്താറില്ല. അങ്ങനെ എനിക്ക് ആ ഒരു വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടി. അതിനുശേഷം ഞങ്ങളുടെ തറവാട് വീതം 25 വർഷമായിട്ട് എഴുതി തരാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ചേട്ടായി പണിത വീട് പോലും ഈ എഴുതി തരാത്ത സ്ഥലത്തായിരുന്നു ഉണ്ടായത്. അത് എഴുതി മേടിച്ചിട്ടില്ലായിരുന്നു. സത്യത്തിൽ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു. എന്താണെങ്കിലും ഞങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ കാര്യങ്ങളൊക്കെ തകടം മറിഞ്ഞു തുടങ്ങി. എല്ലാവർക്കും ആ ഒരു സ്ഥലം മാത്രം മതി. പലരും അത് മാത്രം കണ്ണുവെച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇത് എഴുതി തരാത്ത സ്ഥിതിക്ക്
ഒരു പക്ഷേ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ചാച്ചൻ അതിനോട്ട് സമ്മതിക്കുന്നുമില്ല. ഒരു തരത്തിലും അതിനൊരു അനാസ്ഥ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്ന നമ്മുടെ ഉടമ്പടി ഉപ്പ് പറമ്പിൻ്റെ 4 മൂലയ്ക്കും കൊണ്ടയിട്ടു. ഇനി അഥവാ അമ്മേ ഈ വെച്ച വീട് പോലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് വീതം പോലും വേണ്ട, അത് പങ്കിട്ടെടുത്തോട്ടെ, ആര് വേണമെങ്കിലും എടുത്തോട്ടെ വിട്ടു. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല. വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതോ ഒന്നും ആരും തയ്യാറാകാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ എന്നെ അറിയാവുന്ന 2-3 സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങളുടെ ആ നിരപരാധിത്വം ഒന്ന് വെളിപ്പെടുത്തുക, ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ആധാരമോ ഒന്നുമില്ല, പക്ഷേ എന്നിട്ടും ഞങ്ങൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലിലൂടെ കടയിലൂടെ കടന്നുപോയി. പക്ഷേ അന്നേരം എനിക്ക് ധൈര്യം പകരാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന്, നീ ശാന്തമായി ഇരുന്നാൽ മതി, ഞാൻ ആരോടൊന്നും പറയാൻ പോയില്ല. പക്ഷേ എനിക്ക് രംഗം കൈവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ, നിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളത്, നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പുരാനെ ക്രൂശിലേറ്റിപ്പോൾ തമ്പുരാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ലോകരക്ഷകനാണെന്നുള്ളത്, അത് കാലം തെളിയിക്കേണ്ട ഒരു സത്യമാണ്, അതുപോലെ തന്നെ ഇതും കാലം തെളിയിച്ചോളും ഞങ്ങളുടെ നിരപരാധിത്വം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി, ഞാനവിടെ ശാന്തമായിട്ടിരുന്നു. അമ്മ തന്നെ രംഗത്തിറങ്ങി, പരിസ്ഥിതി അമ്മ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ പ്രശ്നമായ സ്ഥലം, കാരണം അവിടെയാണ് ഞങ്ങൾ വെച്ച വീടിരിക്കുന്നത്, യാതൊരു പ്രൂഫുമില്ല, എന്തും ചെയ്യാം, ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു തെളിവുകളുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അമ്മ തന്നെ, അപ്പോൾ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ചാച്ചന് ആ വേറെ വീട്ടിൽ വെച്ച് തന്നെ BP കൂടി സ്ട്രോക്ക് വന്ന അരയ്ക്ക് കീപ്പോട്ട് തളരുകയും ഞാൻ ആ സമയത്ത് ചാച്ചനെ കാണാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ എപ്പോൾ നടക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലം കാണും. അന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രശ്നത്തിൻ്റെ നടുവിലേക്കാണ് ഞാൻ ചെന്നെങ്കിലും പോരാനിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ചാച്ചൻ്റെ നെറ്റിയിലും നടുവിനും ആ തൈലം തേച്ചിട്ട് ഇത്രയേ പറഞ്ഞുള്ളൂ, അമ്മയെ നോക്കിക്കോണേ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വളരെയധികം സങ്കടത്തോടു കൂടിയ തന്നെയാണ് പോകുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. 2 ദിവസത്തിനുള്ളിൽ ചാച്ചൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തി. അവിടുന്ന് തളർന്ന് കിടന്ന കിടപ്പിൽ ഒരു സ്പൂൺ കഞ്ഞി കൊടുക്കണമെങ്കിൽ പോലും കട്ടിലിൻ്റെ സ്ക്രൂ പൊക്കി വേണം, ഹെഡ് ഉയർത്തിയിട്ട് വേണമായിരുന്നു കൊടുക്കണമെങ്കിൽ. ആ ചാച്ചൻ ഉടമ്പടി തൈലം തൂത്ത് 2 ദിവസത്തിനുള്ളിൽ 90 വയസ്സായ ചാച്ചൻ തനിയെ എഴുന്നേറ്റിരിക്കുകയും പിടിച്ചിട്ടാണെങ്കിലും 2 സ്റ്റെപ്പ് നടന്ന് ഞങ്ങളുടെ ഹാളിലേക്ക് വന്നിരിക്കുകയും ചെയ്തു. സ്വന്തമായിട്ട് ഭക്ഷണം കൊടുത്താൽ കഴിക്കാവുന്ന സ്ഥിതിയിലായി. അത് അമ്മ തന്നൊരു പ്രത്യേക അനുഗ്രഹമാണ്. കാരണം അതും ഒരു തിരിച്ചറിവിൻ്റെ സത്യമായിരുന്നു. കാരണം ചാച്ചൻ പോലും എന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. നീ എപ്പോഴാണ് ആലപ്പുഴയിലേക്ക് പോകുന്നേ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ തന്നെ പറയാനിടയായി, എനിക്കത് കേൾക്കാനിടയായി. കാരണം നീ എൻ്റെ തലയിൽ ഉടമ്പടി നിൻ്റെ തൈലം തൂത്തപ്പോൾ എന്നിലുണ്ടായിരുന്ന എല്ലാ പൈശാചികതയും പോയിന്ന് ആ മനുഷ്യൻ തന്നെ എന്നോട് പറയുകയാണ്. നീ എന്ത് പറഞ്ഞാലും മാതാവ് കേൾക്കും, മാതാവ് എന്ത് പറഞ്ഞാലും നീയും കേൾക്കും. ആ ഒരു വാക്ക് ചാച്ചൻ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ആ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ആ അംഗീകാരം എനിക്കത് മാത്രം മതിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പലരും സ്വന്തമാക്കണമെന്ന് വിചാരിച്ച ആ സ്ഥലം, ആ ആധാരം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നെ ചാച്ചൻ തിരികെ എത്തിക്കുക. സത്യത്തിൽ ഞാനത് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ എന്നേ തയ്യാറായിരുന്നു. പക്ഷെ അതാരും അറിഞ്ഞില്ല. തെറ്റിദ്ധാരണയുടെ പുറത്തുകൂടെ മാത്രം കടന്നുപോയ ആ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഒപ്പം നിൽക്കുന്നത് എനിക്കറിയാമായിരുന്നു. ഞങ്ങൾക്ക് വേറെ ആരുമില്ലായിരുന്നു, ആരും തുണയ്ക്കാനില്ലായിരുന്നു. സത്യാവസ്ഥ ആർക്കും അന്വേഷിക്കണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയണ്ടായിരുന്നു. കുറ്റപ്പെടുത്താനും ഭാഷിപ്പിക്കാനും പരിഹാസങ്ങളും എന്നെ മാതാവ് എന്ന് വരെ വിളിച്ച് കളിയാക്കി. അപ്പോൾ അവർക്കറിയാം ഉടമ്പടി തൈലം തൂത്ത് ഞാൻ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്തിട്ട് പോന്നു. അതിനുശേഷമാണ് ചാച്ചന് ഈ മാറ്റം വന്നതെന്ന് അവർക്കും മനസ്സിലായി. അവരെന്നെ മാതാവെന്നും പലതരത്തിൽ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിൽ എന്നെ അപമാനപ്പെടുത്താവോ, മുറിവേറ്റ വാക്കുകൾ അതെനിക്ക് പറയാൻ പോലും ഇനിയിപ്പോൾ ശക്തിയില്ല. അത്രയും വാക്ക് പറഞ്ഞ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് 2 പ്രാവശ്യം കയറി വരാനിടയായി. ഇന്ന് ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്നലെ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരാനിടയായി. അത് അമ്മ എന്നെ ഒന്ന് അളന്നത് തന്നെയായിരുന്നു. കാരണം എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു, അതിലപ്പുറം തിരിച്ചടിക്കാനുള്ള സാഹചര്യം എനിക്ക് തന്നിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മറക്കാതെ തന്നെ, അതൊന്നും ഓർക്കാതെ തന്നെ ഞാൻ മറന്ന് കളഞ്ഞു, ക്ഷമിച്ചു. അങ്ങനെ ആ ഒരു ആധാരം കൂടെ എൻ്റെ കൈകളിലേക്ക്, എൻ്റെ ചേട്ടയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അങ്ങനെ ആ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റി. ഇന്ന്
ഒരു മകനൊഴികെ ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരാണ്. ആ വിശ്വാസത്തിലുള്ള കാരണം 2023 ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ ശരിക്കും ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത്, വിശ്വാസ ജീവിക്കൽ പിറന്നു വീഴുന്നു എന്നതുപോലെ പിച്ച വെച്ച് നടന്ന്, അതിനു മുമ്പ് ഞാനൊരു ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടോ ഒരു വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ടല്ല, പരിസ്ഥിതി അമ്മയെ അറിയാത്തത് കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ 2023 വിശ്വാസ ജീവിതത്തിലേക്ക് ജനിച്ചെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇന്ന് പിച്ച വെച്ച് നടന്ന് നിവർന്ന് ഞാൻ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉടമ്പടിയുടെ ഒരൊറ്റ ബലമാണ്. ഇന്ന് എന്ത് വന്നാലും ഞങ്ങൾ മനസ്സിലോർക്കും, തമ്പുരാനെ ഈ ഉടമ്പടി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ഉടമ്പടി കൈമാറിയില്ലായിരുന്നെങ്കിൽ എന്ത് പിന്നെ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണാൻ എനിക്കിടയായി. ഈ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ജോസഫ് അച്ഛൻ കാണുകയും അച്ഛൻ എന്നോട് ഒരു വാക്കാണ് പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ സങ്കടങ്ങൾ പറഞ്ഞ് അച്ഛനെ നോക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ ആ സ്വതസിദ്ധമായ ചിരിയോടുകൂടി എൻ്റെ തലയിൽ തഴുകി വെച്ച് ഇത്രമാത്രം പറഞ്ഞു, മാതാവ് നിന്നെ അനുഗ്രഹിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പരിസ്ഥിതി അമ്മയെ ഞാൻ ഇതേപോലെ തന്നെ ഇതേ ഡ്രസ്സിൽ അമ്മ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടിൻ്റെ തൂണ് തൂക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു വീട് വിൽക്കാനായിട്ടുണ്ട് എന്നാണ്. സത്യത്തിൽ ആ വീട് നിന്നിരുന്ന സ്ഥലം പോലും ഞങ്ങളുടെ അല്ലായിരുന്നു. അമ്മ ആ തൂണ് ഉറപ്പിച്ച് നിർത്തിയതാണ്. മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി, എന്തിൻ്റെ പേരിലാണ്, ഇനി എങ്ങനെയാണ് അനുഗ്രഹം? എൻ്റെ മക്കളിലൂടെ അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല, മക്കൾ കൂടെ ഇല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മക്കളിലൂടെയാണ് എനിക്ക്, കാരണം മാതാപിതാക്കൾക്കുള്ള അനുഗ്രഹം മക്കളിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു പിന്നെ മാതാവിൻ്റെ സ്വപ്നത്തെ കാണാനിടയായി. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മാത്രം മതി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ എപ്പോഴും എന്തെങ്കിലും നിരാശ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഓർക്കും, അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടത്, മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടത്. അച്ഛൻ എന്നോട് മാതാവ് അനുഗ്രഹിക്കുന്ന ആ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ചില ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്നത്. അതുപോലെ എൻ്റെ ചേച്ചിക്ക് തൊണ്ടയ്ക്കൊരു തടസ്സം, ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയേക്കാൾ ഉപരി ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാമറ വെച്ച് നോക്കണം. എന്താ, അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വിഷമായി, എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങളാണോ, അതാണല്ലോ നമുക്ക് ആദ്യം ചിന്ത വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഉടമ്പടിയിലല്ലേ, ഒട്ടും പേടിക്കണ്ട, ഡോക്ടർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഉടമ്പടി തൈലം തൂത്തോണ്ടിരുന്നോ. അങ്ങനെ പുള്ളി തുടർച്ചയായിട്ട് തൂക്കുകയും 2 ആഴ്ചയോളം അനുഭവിച്ചതാണ് ആ വിഷമം. അത് ഒരു പ്രത്യേക ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ആ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ചേച്ചിക്ക് ഒരുപാട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞതുപോലെ കുറഞ്ഞു. പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ചെക്കപ്പ് ചെയ്ത് ക്യാമറ വെച്ച് നോക്കിയപ്പോൾ തൊണ്ടയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഉടമ്പടി ഉപ്പ് കഴിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിലും അല്ലാതെയും കഴിക്കാറുണ്ടായിരുന്നു. തൈലം ദിവസവും തൊണ്ടയിൽ തൂക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കുകയും, കാരണം എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡുകളിൽ, മറ്റുള്ള ഇടകളിൽ. ഇനിയിപ്പോൾ അൽമായർ പോലും ആണെങ്കിൽ പത്രം മേടിക്കാത്തൊരു വല്ലാത്ത മുഖം തിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അതിനുള്ള ദൈവകൃപ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് ആരാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാരണം അത് ചിലർ കൈനീട്ടി മേടിക്കും, ചിലർ മുഖം തിരിച്ചു പോകും. അങ്ങനെയുള്ളിടത്ത് ഞാൻ നമ്മുടെ ഇടയിൽ മാത്രം കൊടുക്കാതെ അക്രസ്റ്റിലാണ് അധികം കൊടുക്കുന്നത്. പിന്നെ പറ്റുന്നത് പോലെ മുന്നിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഓർഫനേജുകളിലും മറ്റുള്ള അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ട്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. 2023 ജനുവരി 31 ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 6ാമത്തെ പുതുക്കലാണ്. പിന്നെ എനിക്ക് 10 വർഷത്തോളം ഒരു വീട്ടിലേക്കുള്ളൊരു വഴി ഭയങ്കര തടസ്സമായി കിടക്കുകയായിരുന്നു. അത് കയറി ഇറങ്ങാനോ ഒരു വണ്ടി കയറുവാനോ ഒന്നും പറ്റില്ലായിരുന്നു. അതിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കിട്ടി. പരിശുദ്ധ അമ്മ അതിനെന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായി എൻ്റെ വീട് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി 5 വർഷത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചു. ഇവിടെ വന്ന് ഉടമ്പടിയിൽ 2ാമത്തെ പുതുക്കലോടുകൂടി തന്നെ ആ പരിശുദ്ധ അമ്മ ആ വീട് നല്ല മനോഹരമായി പണിത് തരികയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാനിവിടെ നിർത്തുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കും. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 7-ാം തീയതിയാണ്. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയ ഒരു നിയോഗമാണ് എൻ്റെ ആക്ടിവിറ്റി പോയിൻ്റ് 100 തികച്ച് തരിക എന്നത്. ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തെങ്കിലും 100 തികയ്ക്കാനുള്ള കൊടുത്തെങ്കിലും അതൊന്നും സൈറ്റിൽ കയറിയിട്ടില്ലായിരുന്നു.
100 തികഞ്ഞിട്ടില്ല. 100 തികഞ്ഞാലേ ഉള്ളൂ നമുക്ക് ബിടെക് എക്സാം പാസ്സായാലും ബിടെക്കിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അത് കൊടുത്തിട്ടും സാർ സബ്മിറ്റ് ചെയ്തിട്ടും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞപ്പം ഉടനെയാണ് ഉടമ്പടി എടുത്തത്. അന്നേരം നിയോഗമായിട്ട് അതും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് 100 തികച്ച മാതാവ് തന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി സെപ്റ്റംബർ പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു. അതെൻ്റെ ആക്സിഡൻറ്റിൽ നിന്ന് തന്നെ മാതാവ് അത്ഭുതകരമായി രക്ഷിച്ചതിനെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ആ സാക്ഷ്യത്തിന് ശേഷമാണ് ഞാൻ IELTS എഴുതാൻ ഒക്ടോബർ ആദ്യം പോയത്. വെറും 1 മാസത്തെ ഓൺലൈൻ കോച്ചിങ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടുകൊണ്ട് പോവുകയും അവിടെ ചെന്ന് ഇരുന്ന ടേബിളിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പഠിക്കാൻ പോകാവുന്ന മാത്രം മാർക്ക് തന്ന് 7 സ്കോർ തന്ന് മാതാവ് സഹായിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം പുറത്തേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം ഇവിടെ തന്നെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തെങ്കിലും എല്ലായിടത്തു നിന്നും റിജക്ഷനാണ് വന്നത്. അങ്ങനെ ഇരിക്കെ ഇയർ ഗ്യാപ്പ് ആയത് കാരണം ഇയർ ഗ്യാപ്പ് വരാതിരിക്കാൻ എറണാകുളത്തൊരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പൈസ ഇല്ലായിരുന്നു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാതാവ് പൈസ റെഡിയാക്കി കൊടുത്തു. അമ്മയുടെ LIC നേരത്തെ എടുക്കാൻ സാധിച്ചു. അതുപോലെ IELTSന് പൈസ, കോച്ചിങ്ങിനും എക്സാമിൻ ഫീസിനും പൈസ ഇല്ലാഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ വസ്തുവിലുള്ള മരങ്ങളിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വെച്ച് തേച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് IELTSനുള്ള കോച്ചിങ്ങിനും എക്സാമിനുള്ള ഫീസിനുള്ള പൈസ മാതാവ് ആ മരം വിറ്റ വഴി റെഡിയാക്കി തന്നത്. അതുപോലെ തന്നെയാണ് എറണാകുളത്തെ കോഴ്സിനും വേണ്ടി പൈസ റെഡിയാക്കാതിരുന്നപ്പം ഞാനും അമ്മയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കറക്റ്റായിട്ട് ആ കോഴ്സിന് വേണ്ട കറക്റ്റ് പൈസ അമ്മയ്ക്ക് LIC നേരത്തെ കിട്ടി. അങ്ങനെ റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞ് ഈ എറണാകുളത്തെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു അറിവ് കിട്ടി. ഇങ്ങനെ ജർമ്മനിയിൽ IELTS മതി, അതുപോലെ 6.5 മതി, അതുപോലെ തന്നെ പിന്നെ ഫീസ് വേണ്ട, ഫീസ് ഗവൺമെൻറ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫീസ് വേണ്ട, അങ്ങനെ പഠിക്കാമെന്ന് അറിവ് കിട്ടി. അങ്ങനെ അതിനു വേണ്ടി അപ്ലൈ ചെയ്തു. ഏപ്രിൽ മാസം ഏജൻസീനെ സമീപിച്ചു. അന്നേരം ജർമ്മനിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ APS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സൊക്കെ ജെനുവിൻ ആണെന്ന് ജർമ്മൻ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്താൽ മിനിമം 2 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അന്നേരത്തേക്കും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി നിബന്ധനകളും ഒക്കെ പാലിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് 1 മാസം കൊണ്ട് തന്നെ APS റെഡിയാക്കി തന്നു. കൃത്യം 1 മാസം, മെയ് മാസം ആയപ്പം APS റെഡിയാക്കി തന്നു. അപ്ലൈ ചെയ്ത് കൃത്യം 1 മാസത്തിൽ തന്നെ തന്നു. അത് കഴിഞ്ഞ് ആ മെയ് മാസം തന്നെ, മാതാവിൻ്റെ ഉണക്കമാസം തന്നെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇതിന് വേണ്ടി അപ്ലൈ ചെയ്ത് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞു, നീ പബ്ലിക് യൂണിവേഴ്സിറ്റി നോക്കണ്ടായിരുന്നു, നിനക്ക് 76% മാർക്കുള്ളൂ ബിടെക്കിന്. അവർക്കൊക്കെ 80 കൂടുതൽ ശതമാനം മാർക്കുണ്ടായിട്ട് പോലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ വിചാരിച്ച കോഴ്സൊന്നും കിട്ടിയില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രൈവറ്റ് നോക്കിയാൽ മതി. പക്ഷേ എനിക്ക് പ്രൈവറ്റിൽ പോകാനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഉത്തരവില്ലായിരുന്നു. കോഴ്സും കഴിഞ്ഞ്, എറണാകുളത്തെ കോഴ്സും കഴിഞ്ഞ് വന്നിട്ട് അതിൽ നിന്നും ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം ജൂലൈ മാസം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ പോയി. ജൂലൈയിലെ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരാധനാ മധ്യേ മാതാവ്
കരയുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞാൻ വെക്കാത്ത യൂണിവേഴ്സിറ്റി, അതേ ഏജൻസി നമ്മൾ പറയാതെ തന്നെ കുറേ യൂണിവേഴ്സിറ്റി വെക്കും. അപ്പോൾ ആദ്യക്കൂട്ടിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ എറണാകുളത്ത് പഠിച്ചതും ആയ കോഴ്സിൻ്റെയും കൂടി മിക്സായിട്ടുള്ള കോഴ്സിന് എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് അഡ്മിഷൻ ഓഫർ ലെറ്റർ വന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് വേണ്ട പൈസ അയക്കാൻ റെഡിയാക്കാനായിട്ട് അമ്മയും ഡാഡിയും കൂടി സഹകരിച്ചു. അങ്ങനെ ജൂലൈ 24 വിസ അപ്ലൈ ചെയ്തു. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് കുറേ നീണ്ടതായിരുന്നു. 1 മാസമായിട്ടും വെയിറ്റിംഗ് ലിസ്റ്റ് മാറുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ ഒക്ടോബർ ഇൻടേക്കിൽ തന്നെ പോകണമെങ്കിൽ എനിക്ക് ഓഗസ്റ്റ് 31 മുമ്പ് വെയിറ്റിംഗ് ലിസ്റ്റെങ്കിലും മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഓഗസ്റ്റ് 31 ഒന്നും മാറിയില്ല. പക്ഷെ അന്ന് രാത്രി ഓഗസ്റ്റ് 31 രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ പള്ളിയിലെ അൾത്താരയിലേക്ക് കുർബാന സ്വീകരിക്കാവുന്ന പോലെ പോയപ്പം അവിടെ ചെന്നപ്പോൾ കുർബാന തരുന്ന അച്ഛന് പകരം കൃപാസന മാതാവായിരുന്നു നിന്നത്. മാതാവ് സന്തോഷത്തോടെ എന്നോട് എന്തോ പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും കേട്ടില്ല, എനിക്കതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ ആഴ്ച തിരുവോണത്തിൻ്റെ അന്ന് എനിക്കെന്തോ മെയിൽ വന്നു. പക്ഷേ വിസാനെ സംബന്ധിച്ച് പക്ഷേ അതെനിക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. അത് ഏജൻസിക്ക് തുറന്നു നോക്കാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഏജൻസി അവധിയായ കാരണം അന്ന് തുറന്നു നോക്കാൻ പറ്റിയില്ല. എന്നിട്ട് തിങ്കളാഴ്ച മാതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അത് ഏജൻസി തുറന്നു നോക്കിയപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് മാറിയെന്നായിരുന്നു. എന്നിട്ട് പിന്നെ അത് അന്നാണ് സബ്മിറ്റ് ആയത് വിസയുടെ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ വെള്ളിയാഴ്ച എനിക്ക് അപ്പോയിൻമെൻറ്റ് വിസ ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് എടുക്കാൻ 15-ാം തീയതി തന്നെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി, അപ്പോയിൻമെൻറ്റ് കിട്ടി. 15-ാം തീയതി വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒക്ടോബർ ഇൻടേക്കിലേക്ക് വരാവുള്ളൂ എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃത്യം 15-ാം തീയതി തന്നെ മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റിനുള്ള ഡേറ്റ് തന്നു. അത് കഴിഞ്ഞ് 8 മുതൽ 10 ദിവസം ആകും വിസ കിട്ടാനെന്നാണ്, കയ്യിൽ കിട്ടാൻ, വിസ അടിച്ച് പാസ്പോർട്ട് കിട്ടാനെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കൃത്യം 9-ാം ദിവസം എനിക്ക് ഒക്ടോബർ 24 എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു നേരത്തെ 1-2 സാക്ഷ്യത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ചേച്ചി വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഉടമ്പടി പത്രത്തിൻ്റെ ഒരു കാണാൻ പറ്റാത്ത തരത്തിൽ മുറിച്ചെടുത്ത് പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷേ അതവർ തിരിച്ച് ആ പേപ്പർ കഷ്ണം അവർക്ക് കണ്ടുപിടിച്ച് തിരിച്ച് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാനും നൂലിന് പാകത്തിന് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ട് ഉടമ്പടി കൃപാസനം പത്രത്തിൻ്റെ ശകലം മുറിച്ച് എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച പാസ്പോർട്ടിൻ്റെ 6-7 പേജുകളുടെ നടുക്ക് വെച്ച് ആണ് കൊടുത്തത്. ഞാൻ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ 6-7 പേജിൽ വിസ അടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആ പേപ്പർ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ പേജ് 8-9 പേജിലാണ് വിസ അടിച്ച് തന്നിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രാവശ്യം ആകാശത്ത് 4 എന്ന അക്ഷരം മേഘത്തിൽ കാണിച്ചിരുന്നു. ആ 4-ലാണ് ജൂലൈ 24 വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അതിലും 4 ഉണ്ട്. അതുപോലെ എനിക്ക് വിസ കൈ കിട്ടിയത് സെപ്റ്റംബർ 24 അതിലും 4 ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റിന് ഡേറ്റ് എടുക്കാനായിട്ട് അപ്പം എനിക്ക് ഏത് ദിവസം എടുക്കണമെന്ന് അറിയില്ലാത്തത് കാരണം ഞാൻ ഒക്ടോബർ 4 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഞാൻ കൃപാസനം പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന കൂടാതെ തന്നെ എല്ലാ ദിവസവും രാവിലെയും കൊന്തചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ചെല്ലുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകമായ മാതാവിൻ്റെ സംരക്ഷണവും ധൈര്യവും അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും സുഗന്ധാഭിഷേകങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞത് കൂടാതെ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
കാരുണ്യ പ്രവർത്തനമായിട്ട് അമ്മയുടെ കൂടെ വൃദ്ധസദനം സന്ദർശിക്കാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം വേദപാഠം പഠിപ്പിക്കാനും പോയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിൻവലിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ദൈവം നമ്മെക്കുറിച്ച് വളരെ കരുതലുള്ളവനാണെന്ന് ഉള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ്. അവിടുന്ന് നമ്മോട് ഉടമ്പടി ചെയ്യുകയും നാം അവിടുത്തോട് ചെയ്യുന്ന ഉടമ്പടി നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അബിയയുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഒരു എയർലിഫ്റ്റ് സാധാനം ഈശോ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ജിസ്ന ജോബി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ഊരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, ഇടവകയിൽ നിന്നാണ്. 2024 നവംബർ 10-നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതിനു മുന്നേ കൃപാസനത്തെ പറ്റി ഞാൻ കേൾക്കുകയും അറിയുകയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ആ ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ അർത്തുങ്കൽ പള്ളിയിലേക്ക് ഞാൻ വരികയും അമ്മ മാതാവിനോട് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ റിജക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് ഒരു ചേച്ചി മുഖാന്തരം ജർമ്മനിയിലെ ഒരു ഏജൻറ്റ് വഴി 2025 സമ്മർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയുണ്ടായി. പക്ഷേ അതൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാരണം ഞാനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് കോഴ്സിന് തക്കതായ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 75 ദിവസം ആയിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷേ അവിടുത്തെ അവർ പറഞ്ഞു ഉടമ്പടി പുതുക്കാതെ 90 ദിവസം കഴിയാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളവിടെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് എഴുതി തന്നു, അച്ഛനെ കാണാനുള്ള ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് എഴുതി തന്നു. പക്ഷേ ഞാനിവിടെ അച്ഛനെ ചെന്ന് കണ്ടു. അച്ഛനോട് ആ പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛൻ ചീത്ത പറയും, കാരണം ഉടമ്പടി പുതുക്കിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുമില്ല. അപ്പം ഞാൻ അച്ഛനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛനെ എന്നോടൊന്നും പറഞ്ഞില്ല, ചീത്ത പറയുകയൊന്നും ചെയ്തില്ല. ആ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളോട് ബ്ലെസ്സിങ്ങിൽ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വിഷയം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത ഇൻടേക്കിൽ ഒക്ടോബർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ് ആരംഭിച്ചു. പിന്നെ റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെയും ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു 3 കോഴ്സ് വെക്കുകയും പിന്നെ ആ ചേച്ചി പറഞ്ഞു നമുക്ക് 50-50 ചാൻസിൽ താൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഴ്സ് വെക്കാൻ പറഞ്ഞു. പക്ഷേ കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും വെച്ച് നോക്കാം എന്ന് പറഞ്ഞു. വെച്ചു. പക്ഷേ കോഴ്സൊന്നും കിട്ടിയില്ല. ഞാൻ അതിന് മുന്നേ തന്നെ ഒരു പേപ്പറിൽ എനിക്ക് ഇനി 4 യൂണിവേഴ്സിറ്റിയും കൂടെ ഉള്ളൂ. അതിനകത്ത് 3 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലെയും 1 സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സുമായിരുന്നു. അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സിന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കെന്താ മാതാവ് ഇങ്ങനെ എല്ലാത്തിനും റിജക്ഷൻ വന്നെ എന്ന് പ്രാർത്ഥിച്ചു. കൂടാതെ എനിക്കൊരു വചനവും കിട്ടി, ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ള വചനം എന്നെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു വചനം എന്താണെന്ന് പറഞ്ഞാൽ, അവർ നിന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വന്ന് നിന്നെ സഹായിക്കും. അപ്പോൾ എനിക്ക് റിജക്ഷൻ വന്ന യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടില്ല എന്ന് വെച്ചോ, എനിക്ക് മഴവിൽ കണ്ടില്ല എന്ന് വെച്ചോ ഞാൻ പരാതി പറയുമൊന്നുമില്ല. പക്ഷേ ഞാൻ വാശി പിടിക്കും. എനിക്ക് അമ്മ പ്രതീക്ഷയായ ദിവസം ഒരു 7-ാം തീയതി ഒരു ശനിയാഴ്ച ഒരു ചൊവ്വാഴ്ച എനിക്ക് അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ എനിക്ക് വിസ വരണം, എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂലൈ 7-ാം മാസം എനിക്ക് ഓഫർ ലെറ്റർ വരികയും പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ബാങ്കിൽ പോവുകയും വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ബാങ്കിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ബാങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ബാങ്കിൽ പോകുന്ന ദിവസം ഉപ്പിടാണ്ട് ചെന്ന ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലേ ആവുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയും ചെയ്തു. പിന്നീട് VFSൻ്റെ ഡേറ്റിനായിരുന്നു. എന്നോട് ആ ഏജൻറ്റ് പറഞ്ഞു VFSൻ്റെ ഡേറ്റ് കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ നമ്മൾ 5000-25,000 രൂപയൊക്കെ കൊടുത്ത് VFSൻ്റെ ഡേറ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവേ എനിക്ക് തരണേ, ഇത്രയും മാതാവ് എത്തിച്ച് മാതാവ് എന്തായാലും എനിക്ക് തരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം എന്നും ഞാൻ മുട്ടുമേൽ നിന്നാണ് പ്രാർത്ഥിക്കാറ്, എൻ്റെ സങ്കടങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു ദിവസം VFSന് ഇങ്ങനെ ഡിലേ വന്നപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു.
ഒന്നും വേണ്ട, മൂന്നാമത്തെ ദിവസം എൻ്റെ ഈശോ ലോകത്തിന് അത്ഭുതമായ പോലെ മൂന്നാമത്തെ ദിവസമെങ്കിലും എനിക്ക് VFSനുള്ള ഡേറ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് പൈസയൊന്നും കൊടുക്കാണ്ട് VFSനുള്ള ഡേറ്റ് കിട്ടി. 19-ാം തീയതി ആയിരുന്നു എൻ്റെ VFS. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, വിസ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് ഞാനത് പൊട്ടിച്ച് വായിക്കുകയുള്ളൂ, നോക്കുകയുള്ളൂ, റിജക്ഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ജർമ്മൻ വിസ വെക്കുന്നവർ എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസ എനിക്ക് ശനിയാഴ്ച വന്നു. അതും 27-ാം തീയതി ശനിയാഴ്ചയാണ് എനിക്ക് വന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, തുറന്നു നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഉച്ചയ്ക്കാണ് വന്നത്, എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നു, അവിടെ ഇരുന്നു, ബാക്കിൽ ആരും ഉണ്ടായില്ല. ഞാൻ എന്താ ചെയ്യണമെന്നറിയില്ല, ഞാൻ തുറന്നു നോക്കി, അതിനകത്ത് വിസ ഉണ്ടായിരുന്നു. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. ഇന്നലെ ശനിയാഴ്ച വിസ വന്നു. ഇന്നലെ ടിക്കറ്റിനുള്ള ഡേറ്റ് എടുത്തു. ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് ഞാൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും നന്ദി അമ്മ മാതാവിനെ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഒരു 10 കെട്ട് പൊതിച്ചോറ് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ആശുപത്രിയിൽ രോഗികളായിരിക്കും പൈസ കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസവും പത്രക്കെട്ട് മേടിക്കുകയും ആശുപത്രി കൊടുക്കുകയും രോഗികൾക്ക് പൈസ കൊടുക്കുകയും പിന്നീട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, രാത്രി ആയാലും ഞങ്ങൾക്ക് അറിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പത്രം കൊണ്ടേ കൊടുക്കുകയുള്ളൂ. അറിയില്ലാത്ത വീടുകളിൽ കൊണ്ട് കൊടുക്കും. ഞങ്ങളുടെ സ്ഥലത്തുള്ള ആർക്കും ഞാൻ പത്രം കൊണ്ടേ കൊടുക്കില്ല. എല്ലാ വീടുകളിലും രാത്രി ആയാലും സന്ധ്യ ആയാലും ഒന്നും ഞാൻ നോക്കില്ല, അവിടെ ചെന്ന് ഞാൻ പറയും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ മറ്റേ പെന്തക്കോസ്തി ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഈശോയിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയും. അന്നേരം ഞാൻ തർക്കിക്കാനൊന്നും ഞാൻ പോകാറില്ല. ഞാൻ പറയും, അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഓട്ടോ സ്റ്റാൻഡുള്ളവർക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കും. അവരത് ഏറ്റു പറയും. അത് ഏറ്റു പറഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുകയുള്ളൂ. അവരോട് ഞാൻ പള്ളിയിൽ പോകാൻ പറയും, പ്രാർത്ഥിക്കാൻ പറയും, ഈശോയോട് നിങ്ങൾ സംസാരിക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോ കേൾക്കും. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും നന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടുന്നത്. എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പറയുമ്പോൾ വചനത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ ഞാൻ പഠിച്ചു. കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ കിട്ടി. 1 ദിനവൃത്താന്തം 4:10. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ഇരിക്കുകയും സകല വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും വചനമുണ്ട്, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വചനമുണ്ട്. ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് വചനം വായിക്കും. ഞാനത് പഠിക്കും, ഉള്ളിൽ നിന്ന് പഠിക്കും. ഓരോ വചനവും ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുന്ന വചനങ്ങൾ ഏറ്റു പറഞ്ഞ് ഓരോ പ്രതിസന്ധി വന്നാലും വിസയുടെ തടസ്സങ്ങൾ ഒന്നുമില്ലാതെ എന്നെ ഇത്രയും അനുഗ്രഹിച്ചത് ഈശോയുടെ തിരുഹൃദയത്തിനും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് വിനീത റോബർട്ട്, സ്ഥലം തൃശ്ശൂർ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2022 നവംബർ 7-ാം തീയതിയാണ്. അതിനു മുൻപ് എനിക്ക് കൃപാസന മാതാവിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വിചാരം, നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ആ സമയങ്ങളിൽ കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ 2022 ഞങ്ങൾക്ക് സാമ്പത്തികമായി ഭയങ്കര തകർച്ച വരികയും കടബാധ്യതയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ആത്മഹത്യക്ക് ഞങ്ങളുടെ കുടുംബം ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ കൃപാസനത്തിലേക്ക് ഒന്ന് പോവാം എന്ന് കരുതി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇങ്ങോട്ട് വന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ വെക്കരുത്, മാതാവിനൊരു ടാസ്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കരുതി, ഈ മാതാവിന് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് എനിക്കും പരീക്ഷിച്ചറിയണം. അങ്ങനെ ആ സാമ്പത്തിക തകർച്ച, കടബാധ്യത നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ഭവനത്തെപ്പറ്റി ചിന്തിക്കുക പോലും ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിന് ഒരു പണി കൊടുക്കാമെന്ന് കരുതി ആദ്യത്തെ നിയോഗം എനിക്കൊരു പുതിയ ഭവനം വേണം എന്ന് ഞാൻ വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആധാരം ഞങ്ങളുടെ കയ്യിലില്ല. 12 വർഷമായിട്ട് കുറിക്കമ്പനിയിലായിരുന്നു. ആ സമയത്ത് 5.5 ലക്ഷം രൂപ അടച്ചാലാണ് ആധാരം തിരിച്ചു കിട്ടുള്ളൂ.
പുറത്ത് കടബാധ്യതയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ജോലിയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിയോഗം വെച്ചത്. ഉടമ്പടി എടുത്തു. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ബൈബിൾ വായിക്കും. ഞങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചു പോന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഡെങ്കിപ്പനി വരികയും ഡെങ്കിപ്പനി വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസം ഭയങ്കരമായിട്ട് പൈസ ചിലവ് വന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരാണ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരി പൈസ ഇട്ട് എൻ്റെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് ഒരുക്കി തന്നു. അങ്ങനെ അഡ്മിറ്റായി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തെ തലഭാഗത്ത് തലവേദന വരികയും എൻ്റെ ഈ ഒരു വശം ഒരു ഭാഗത്തേക്ക് കോടി പോവുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഡെങ്കിപ്പനിക്ക് ചികിത്സിച്ച ആശുപത്രിയിൽ നിന്നും എന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവരവിടെ നിന്ന് MRI സ്കാനിങ്ങിന് എമർജൻസി ആയിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, 5 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ക്ഷമിക്കാതെ മിണ്ടാതെ നടക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ന്യൂറോ വിഭാഗത്തിലേക്കാണ് എന്നെ റെഫർ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈ വ്യക്തിക്ക് ന്യൂറോ വിഭാഗത്തിലാണ് ജോലി ജൂബിലി മിഷൻ ആശുപത്രിയിൽ. ഈ വ്യക്തിയോട് ഞാൻ പരിപൂർണമായി ക്ഷമിക്കാമെന്നും ആ വ്യക്തിയോട് സംസാരിക്കാമെന്നും ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. മാതാവിന് ഞാൻ വാക്ക് നൽകി, എൻ്റെ MRI സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകൂ എന്ന് മാതാവിന് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ ഫലമായി എൻ്റെ MRI സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ലാതെ പരിപൂർണമായി ഞാൻ സുഖം പ്രാപിച്ചു. ആ വ്യക്തി തന്നെ നേരിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു. പിന്നെ 2024 ഓഗസ്റ്റ് 25 12 വർഷമായിട്ട് കുറിക്കമ്പനിയിൽ ഇരുന്ന ആധാരത്തിന് 2 കേസുകളായിട്ട് ജപ്തി കടലാസ് വന്നു. ആദ്യത്തെ ഇത് 1.25 ലക്ഷം സെപ്റ്റംബർ 8 അടച്ചില്ലെങ്കിൽ ജപ്തി നേരിടുമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാളാണ്. കൃപാസന മാതാവിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ജോസഫച്ചൻ പറയാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 8 മാതാവേ എനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ ആധാരത്തിൻ്റെ ജപ്തി നടപടികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജപ്തി കടലാസും കൊണ്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജോസഫച്ചനെ കാണാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം ആ ഭൂമിയിൽ കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ 3 മണിക്ക് ഞാനും എൻ്റെ മക്കളും കരുണ കൊണ്ട് ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ സ്ഥലത്ത് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ സ്കൂളിൽ നിന്നും ഒരു മാഷ് ഞങ്ങളുടെ വീട്ടിലേക്ക് വിസിറ്റിന് വന്നു. ആ മാഷ് ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ഈ ജപ്തി നോട്ടീസ് എടുത്തു കൊടുത്തു. അപ്പം സാറ് പറഞ്ഞു, എന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഈ കുറിക്കമ്പനിയിൽ പോയി അന്വേഷിക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സെപ്റ്റംബർ 7 വൈകിട്ട് 4 മണിക്ക് മുൻപ് കുറിക്കമ്പനിയിൽ ഈ പൈസയെല്ലാം സെറ്റിൽ ചെയ്ത് എനിക്ക് മെസ്സേജ് വന്നു. കുറിക്കമ്പനിയിൽ നിന്ന് പൈസ എല്ലാം അടച്ചു, നിങ്ങൾക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ്. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനിയും ബാധ്യത 5 ലക്ഷത്തിൻ്റെ നിൽക്കണുണ്ട്, എനിക്ക് ഒരു ഭവനം പണിത് തരണം മാതാവേ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കൊടുന്നു. അങ്ങനെ ഇരിക്കെ ഡിസംബർ 25 ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, പുതിയതായി ഭവനം ആഗ്രഹിക്കുന്നവർ അപേക്ഷ വയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ അപ്പം 5-6 നിബന്ധനകളുണ്ട്. ആധാരത്തിന്മേൽ ബാധ്യത പാടില്ല. അപ്പം തന്നെ ഞാൻ മാതാവിനോട് ഈ വിളിച്ച് പറഞ്ഞ സമയം തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് 5 ലക്ഷത്തിൻ്റെ ബാധ്യത മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, എനിക്ക് പുതിയൊരു ഭവനം മാതാവേ നീ ഒരുക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ജനുവരി 10 അപേക്ഷ കൊടുക്കണം. അപ്പം ഞാൻ മാതാവേ എനിക്ക് 9 ഒരു വഴി തുറന്ന് തന്നാൽ ഞാൻ 10 അപേക്ഷ കൊടുക്കാം. അങ്ങനെ ഇരിക്കെ 9 എൻ്റെ മേമ വിളിച്ചിട്ട് ചോദിച്ചു, നീ അപേക്ഷ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, 5 ലക്ഷം രൂപ എവിടെ നിന്ന് കിട്ടാനാ, ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. മേമ പറഞ്ഞു, എങ്ങനെയെങ്കിലും മോൾ അപേക്ഷ കൊടുത്തോ, എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ
ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമുക്ക് അതിനുള്ള വഴി കാണണ്ടേ. അത് വിചാരിച്ച് ഞാനും കുറിക്കമ്പനിയിൽ പോയി അന്വേഷിച്ച് അവിടെ നിന്ന് അതൊക്കെ എഴുതി വന്നപ്പോൾ കൃത്യം 5 ലക്ഷത്തിലേക്ക് അവർ സെറ്റിൽമെൻറ്റ് ചെയ്തു. ഈ കടലാസ് അങ്ങനെ തന്നെ മേമയുടെ കയ്യിൽ കൊടുത്തു. മേമ പറഞ്ഞു എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയൊന്നും ഇല്ല, മേമയുടെ ആധാരം കയ്യിലിരിക്കുന്നുണ്ട്, ആ ആധാരം നിനക്ക് തരാം, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. 15 ദിവസം കൊണ്ട് മേമയുടെ ആധാരം വെച്ച് പൈസ തന്ന് എൻ്റെ ആധാരം ജനുവരി 24-ാം തീയതി കുറിക്കമ്പനിയിൽ നിന്ന് ലഭിക്കുകയും അപേക്ഷ വെച്ച് എനിക്ക് പുതിയ ഭവനത്തിന് പള്ളിയിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 10-ാം തീയതി ഞങ്ങൾ വീട് മാറി. എനിക്ക് വീട് പണിത് സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന് ജപ്തിക്ക് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഫലമായി ഈ 8-ാം തീയതിക്ക് മുൻപ് എനിക്ക് പുതിയ ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പായി പുതിയ വീട്ടിൽ നിന്നാണ് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൻ്റെയും ഉടമ്പടി ജീവിതത്തിലൂടെയും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നന്നായി പഠിക്കുമെങ്കിലും ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതിയാൽ നടക്കില്ല. സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ മരണത്തിൻ്റെ വക്കിലൂടെ കടന്നു പോയപ്പോഴെല്ലാം അമ്മ മാതാവ് രക്ഷിക്കുമെന്ന ബോധ്യത്തിൽ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബം ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് സയൻസ് ഗ്രൂപ്പ് +2-ന് 99% മാർക്ക് ഉണ്ടായിരുന്നു. എങ്കിലും പഠിപ്പിക്കാൻ യാതൊരു വക നിവൃത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും മാതാവേ, നന്നായി പഠിച്ചിട്ട് മോനെ എൻട്രൻസിന് ചേരണമെന്ന ആഗ്രഹം, 1 ലക്ഷം രൂപയുടെ കോഴ്സാണ്, എങ്ങനെ പഠിപ്പിക്കും, അവന് ബ്രില്യൻറ്റിൽ തന്നെ ചേരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വഴിയില്ല, നീ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ചേടത്തി മുഖാന്തരം ഞങ്ങളുടെ മഠത്തിൽ നിന്ന് മദർ പറഞ്ഞ് എൻ്റെ മകനെ സ്പോൺസർ ചെയ്തു. 1 ലക്ഷം രൂപയുടെ കോഴ്സിൽ 60,000 രൂപ ബ്രില്യൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുകയും ബാക്കി 40,000 രൂപ മദർ അടച്ച് എൻ്റെ മകൻ ഇപ്പോൾ പാലാ ബ്രില്യൻറ്റിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. നിരവധി അനുഗ്രഹങ്ങൾ, കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടി. ഞങ്ങൾ മറ്റുള്ളവരോട് ഉടമ്പടിയുടെ കാര്യങ്ങളും കൃപാസന മാതാവിനെ പറ്റി പറയുമ്പോൾ എന്നെ പലവട്ടം കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, ഇത്രയധികം നിനക്ക് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് എൻ്റെ ഒരു ജോലി ശരിയാവാത്തേന്ന്. ഇതിനിടയിൽ 2022 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ 3 സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി. സാലറിയുടെ പ്രശ്നം കൊണ്ടും ആ സ്ഥാപനത്തിൽ ലാഭത്തിലല്ലാത്തത് കൊണ്ട് പലവിധ കാരണത്താൽ ഞാൻ അവിടെ നിന്ന് 2 മാസം 3 മാസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇതിനിടയിൽ എന്നോട് ഇങ്ങനെ ഒരാൾ കളിയാക്കി ചോദിച്ചു, ഇത്രയൊക്കെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്ന് പറയണോ, എൻ്റെ ജോലി മാത്രം കിട്ടാത്തതെന്ന്. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, എൻ്റെ മാതാവിനറിയാം തക്ക സമയത്ത് എന്താണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്ന്. അതിൻ്റെ ഫലമായി ജൂൺ 16-ാം തീയതി യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലാതിരുന്നിട്ടും ദുബായ് കമ്പനിയുടെ ജോലി ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോമായിട്ട് നല്ലൊരു സാലറിയോടെ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു. 3 മാസമായി ശമ്പളം പറ്റി. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ കൃപാസന മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും 1000 നന്ദി പറയുന്നു. കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബ സമ്മേളന യൂണിറ്റിൽ ഞാൻ പറഞ്ഞിട്ട് ഓരോ വ്യക്തികളോടും പൊതിച്ചോറ് വാങ്ങിച്ച് ഞാനും എൻ്റെ ചേച്ചിയും തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന അനാഥർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മരണം സംഭവിച്ച വീടുകളിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും. പിന്നെ പള്ളികളിലെ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ സേവനം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയുടെ തിരുഹൃദയത്തിനും 1000 നന്ദി പറയുന്നു.